അനസ്തേഷ്യ എന്താണ് ശരിക്കും? അനസ്തേഷ്യ എന്ന് പറയുന്നത് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് രോഗിക്ക് എന്തായാലും ഒന്നുണ്ടാവും, വേദന ഉണ്ടാവും. അതെ അതെ. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ആങ്സൈറ്റി, എന്താ ചെയ്യാൻ പോകുന്നത് ഒന്നും അറിയാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററൊക്കെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പേടി, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന രോഗി ഫേസ് ചെയ്യേണ്ടി വരും. അതെ. അപ്പോൾ ഇതിൽ വേദന കുറക്കുക എന്നുള്ളതാണ്, രോഗി അറിയാതെ ഓപ്പറേഷൻ ചെയ്യിപ്പിക്കുക. അതാണ് അനസ്തേഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ വേദന അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ മാത്രം ധരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ലോക്കൽ അനസ്തേഷ്യ. അത് ലോക്കൽ അനസ്തേഷ്യ എന്ന് പറയും. അപ്പോൾ ആ സ്ഥലത്ത് മാത്രമേ ധരിക്കുള്ളൂ. രോഗിക്ക് ഫുൾ ബോധം ഉണ്ടാവും. രോഗിക്ക് അറിയാം ഇങ്ങനെ ചെയ്യുന്നുണ്ട്, നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇപ്പം നമ്മളിപ്പം വെരിക്കോസ് വെയിൻ സർജറി നമ്മൾ ലോക്കൽ അനസ്തേഷ്യ നമുക്ക് ചെയ്യാൻ പറ്റും. രോഗി സംസാരിച്ചിട്ടുണ്ടാവും. ഓപ്പറേഷൻ ഈ പറയുന്ന പ്രൊസീജിയർ കഴിഞ്ഞിട്ട് ഇപ്പം ലേസർ ആയി കഴിഞ്ഞാലും RFA, ഗ്ലൂ തെറാപ്പി എന്നെല്ലാം പറഞ്ഞ പുതിയ ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് അപ്പം തന്നെ നടന്നിട്ടാണ് രോഗി ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്തേക്ക് ഇറങ്ങുന്നത്. പക്ഷേ ബോധം കെടുത്തിയിട്ടുള്ള GA എന്ന് പറയും, ജനറൽ അനസ്തേഷ്യ, അത് നമ്മൾ ചില ഗ്യാസുകൾ അല്ലെങ്കിൽ ചില ഇഞ്ചക്ഷൻസ് ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ അവരെ ബോധം കെടുത്തുക. ഈ നട്ടലിന് കൊടുക്കുന്ന അതുകൊണ്ട് സബ് അരക്കനോഡ് ബ്ലോക്ക് എന്നൊക്കെ പറയണേ. അപ്പോൾ നട്ടലിനും ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സൂചി വെക്കുമ്പോൾ നട്ടലിൻ്റെ സുഷുമ്നാ നാഡി പോകുന്ന അതിലൂടെയാണല്ലോ, സ്പൈനൽ കോഡ്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഈ സുഷുമ്നാ നാഡിയിലേക്കല്ല ഇഞ്ചക്ഷൻ വെക്കുക, അതിൻ്റെ പുറത്തുള്ള ആ ഫ്ലൂയിഡിലേക്കാണ് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുക. അപ്പോൾ അതിനെ കവർ ചെയ്തിരിക്കുന്ന അതിലേക്ക് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സുഷുമ്നാ നാഡി മൊത്തത്തിൽ അങ്ങ് ധരിക്കും. അപ്പോൾ ഇപ്പം ഏത് ലെവലിലാണോ, ഇപ്പം നടുവിൻ്റെ ഒരു ലെവലിലാണ് നമ്മൾ ഇഞ്ചക്ഷൻ വെച്ചാൽ കാലിന് താഴോട്ടേക്ക് കംപ്ലീറ്റ് ഒന്നും അറിയാത്ത അവസ്ഥ വരും, നമുക്ക് അനക്കാൻ പറ്റൂല. പക്ഷേ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണഗതിയിലേക്ക് എത്തും. ബോധം കെടുത്തു കഴിഞ്ഞാൽ ഫുൾ ബോധം പോകും അവർക്ക്. പിന്നെ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹൃദയം മാത്രമേ അന്നേരം വർക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ, ശ്വാസകോശം പോലും വർക്ക് ചെയ്യില്ല. അപ്പോൾ അവർ നമ്മൾ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുക തന്നെ ചെയ്യുന്നുണ്ടാവുക ഇപ്പം. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, ഈ മെഡിക്കൽ ഫീൽഡിലാണ് ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ പറയുന്നില്ലേ, ഇപ്പം ബഹിരാകാശ ഗവേഷണം, അതുപോലെ തന്നെ അത്രയും സ്പീഡിൽ തന്നെ നടക്കുന്ന ഒരു ഗവേഷണ മേഖലയാണ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അത് തന്നെ അനസ്തേഷ്യ പണ്ട് ഞാൻ പറഞ്ഞു ഫുൾ ബോധം കെടുത്തിയിട്ട് ചെയ്യാൻ പറ്റുന്നു. ഇപ്പം എങ്ങനെ ബോധം കെടുത്താണ്ട് പണ്ട് ബോധം കെടുത്ത് ചെയ്യുന്ന ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ ഡോക്ടർ ഒന്ന് ആലോചിച്ച് നോക്കൂ, ശുശ്രൂഷനൊക്കെ ചെയ്തിരുന്ന കാലത്ത് അതന്നെ 2 കൈയും അപ്പുറത്തെ കാലും കൈയും പിടിച്ചു വെച്ചിട്ട് ചിലപ്പോൾ ചെയ്ത അവസ്ഥയായിരിക്കും. അതൊക്കെ മാറി ഇപ്പം രോഗിക്ക് ഓപ്പറേഷൻ ചെയ്ത അതേ ദിവസം ജനറൽ അനസ്തേഷ്യ കൊടുത്താൽ പോലും അപ്പം തന്നെ വീട്ടിലേക്ക് തിരിച്ചു വിട്ടു പോകാൻ പറ്റും. അതൊരു പുരോഗതിയല്ലേ. അപ്ഡേഷൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മളതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിലല്ലേ സർജൻ, ഞാനിപ്പോൾ സർജനാണ്, നമ്മൾ ഈ ഓരോ നിമിഷവും വികസിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പുരോഗതികൾ നമ്മൾ കൃത്യമായിട്ട് വാച്ച് ചെയ്തിട്ട് അതിൻ്റെ ട്രെയിനിങ്ങും അതൊന്നും പോയിട്ടില്ലെങ്കിൽ നമ്മൾ പഴയ ആളായി പോകും. അതേപോലെ ഈ നട്ടലിന് അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാൽ കാലാകാലം വേദന ഉണ്ടാകുന്നൊക്കെ ഉള്ളൊരു ധാരണ ജനങ്ങൾക്കുണ്ട്, അത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. ഈ നട്ടലിൽ വെക്കുന്ന സൂചി ഉണ്ടല്ലോ, നമ്മൾ പിന്നെ വെക്കുന്ന സൂചി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നീഡിലിനെക്കാട്ടിയും ചെറിയ നീഡിൽ വെച്ചിട്ടാണ് ഈ സൂചി നമ്മളെ ഉള്ളിലേക്ക് അയറ്റുന്നത്. അതായത് 26 ഗേജ് എന്നൊക്കെ പറയും. അതായത് വളരെ ചെറിയ നീഡിലാണ്. ഇത് നമ്മളെ ശരീരത്തിൽ എവിടെയും ഒരു ദ്രോഹവും ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ നടുവേദനയൊക്കെ വരുമ്പോൾ ആളുകൾ പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ ഈ രോഗിക്ക് മുന്നേ നടുവേദന ഉണ്ടായേക്കാം, അല്ലെ പിന്നീട് വന്നതോ ആവാം. ഈ ഇഞ്ചക്ഷനുമായിട്ട് ഇനി ബന്ധം ഉണ്ടാവണമെന്ന് ഒരു സാധ്യതയില്ല. കാരണം ആ നീഡിൽ അത്രയും ചെറുതാണ്. അല്ലെ പിന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ്. പക്ഷെ അതൊന്നും നമ്മുടെ എക്സ്പേർട്ട് ഹാൻഡുകളിൽ ഒന്നും ഉണ്ടാവില്ല. എൻ്റെ അഭിപ്രായത്തിന് ആ സൂചിനെ കൊണ്ട് എവിടെയാണ് അതിനെ കൊണ്ട് ഇഞ്ചുറി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അത്രയും ചെറിയ നീഡിലാണ്. മാത്രമല്ല ഒരൊറ്റ പങ്ക്ചറിലും 1-2 പങ്ക്ചറിൽ പിന്നെ കുത്തുമ്പോൾ തന്നെ നമുക്ക് അത് അനസ്തേഷ്യ കൊടുക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ പണ്ടുണ്ടായിരുന്ന കുറച്ചും കൂടി വലിയ നീഡിലാണ്. ആ നീഡിലിന് പോലും ഈ ഇഞ്ചുറി ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിപ്പം അതിനില്ല. അപ്പോൾ നടുവേദന എന്ന് പറയുന്ന സംഭവം ഇപ്പം പ്രഗ്നൻസി എല്ലാം കഴിഞ്ഞ ആൾക്കാർക്കാണ് ഇത് സാധാരണ പറയാറ്. പക്ഷേ അവരുടെ പ്രഗ്നൻസി തന്നെ നടുവേദന ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ അപ്പോൾ ഇതിപ്പം സൂചി കുത്തി എന്ന് പറഞ്ഞിട്ട് നമ്മൾ നടുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പല കാരണങ്ങൾ വേറെ ഉണ്ടാവും. അതൊന്നും ആരും ചിന്തിക്കില്ല. അങ്ങനെ അത് ചിന്തിക്കില്ല. അത് പിന്നെ സ്വാഭാവികമാണല്ലോ. പക്ഷേ സ്പൈനൽ നീഡിൽ കുത്തിയിട്ടൊന്നും വെച്ചാൽ ബോണിൽ പോലും അതൊന്നും കയറുന്നില്ല. പിന്നെ മാത്രമല്ല നമ്മൾ ഈ നീഡിൽ ഇൻസേർട്ട് ചെയ്യുന്നത് സ്പൈനൽ കോഡ് കഴിഞ്ഞ ശേഷമുള്ള ഒരു സെഗ്മെൻറ്റിലാണ്, L1. അപ്പോൾ ആ സെഗ്മെൻറ്റ് L1 L2 എന്നുള്ള സെഗ്മെൻറ്റ് അങ്ങനെ പറയും. അപ്പോൾ ആ ഒരു അതായത് നമ്മളെ സ്പൈനൽ കോഡ് അതിൻ്റെ മുകളിൽ വെച്ച് അവസാനിക്കും. അതിന് താഴെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ നടുവിന് കൊടുക്കുന്ന
ഇഞ്ചക്ഷൻസ് പൊതുവേ കൊടുക്കാറ്. അപ്പോൾ സ്പൈനൽ കോഡ് ഇഞ്ചുറി അതും ഉണ്ടാവില്ല. ശരി. അപ്പോൾ തെറ്റായ ധാരണയാണ്. നടുവേദന പറയുന്നത് പിന്നെ നമ്മൾ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടാണ് നടുവേദന എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ ഒരു സാധ്യത പോലും ഇല്ല. ശരി. ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം ഉണ്ടാകുന്ന നമ്മളിപ്പം ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ വെച്ചിട്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുപോലെയാണ് സംഭവം. എന്താണ് കീ ഹോൾ സർജറി? കീ ഹോൾ സർജറി എന്ന് പറഞ്ഞാൽ കീ ഹോളിന്റെ വലിപ്പത്തിൽ, അതായത് താക്കോൽ ദ്വാരം തന്നെ, താക്കോൽ ദ്വാരത്തിന്റെ ഉള്ളിലൂടെ നമ്മൾ ക്യാമറയും ഓപ്പറേഷൻ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സും ഉള്ളിലേക്ക് കടത്തിയിട്ട് ചെയ്യുന്ന ഓപ്പറേഷൻസിനെയാണ് പൊതുവെ കീ ഹോൾ സർജറി എന്ന് പറയുക. അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ക്യാമറ നമ്മളുള്ളിലുള്ള ഇതിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യും. ആദ്യം അപ്പോൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് മുന്നേ ഇപ്പോൾ വയറിലാണ് നമ്മൾ പൊതുവേ കീ ഹോൾ സർജറി സാധാരണ ചെയ്യാറ്. തുടങ്ങിയത് അങ്ങനെയാണ്. പിന്നെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ നെഞ്ചിൻ്റെ ഉള്ളിൽ നമുക്ക് കീ ഹോൾ ചെയ്യാൻ പറ്റും. അത്രയും ചെറിയ ക്യാമറ ആയിരിക്കും. ക്യാമറ നമ്മൾ ഒരു സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ക്യാമറ, നീളത്തിലുള്ള ടെലിസ്കോപ്പ് എന്നതിന് പറയാം. അപ്പോൾ അതും ചിലപ്പോൾ 5 മില്ലിമീറ്ററുള്ള ക്യാമറ വന്നിട്ടുണ്ട്, 3 മില്ലിമീറ്ററുള്ള ക്യാമറ വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ ക്യാമറകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നെഞ്ചിൻ്റെ ഉള്ളിലും നമുക്ക് സ്പേസ് ഉണ്ട്. ശ്വാസകോശമല്ലേ, അത് സ്പോഞ്ച് പോലെയാണ്, അത് വികസിക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ചുരുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളിൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടാവും. വയറിനുള്ളിൽ നമ്മൾ എയർ ഉള്ളിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് അതിനുള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. അങ്ങനെ ഇഞ്ചെക്ട് ചെയ്തിട്ട് വയറിനെ നമ്മൾ ബലൂൺ പോലെ വീർപ്പിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്പേസ് വരും. ഈ സ്പേസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ക്യാമറ ഇതിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വേറെ 2-3 കീ ഹോൾ വഴി നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് അതിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ സർജറി ചെയ്യുക. അപ്പോൾ കീ ഹോൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയറ്, നെഞ്ചും കൂട്, തൈറോയിഡിന് കീ ഹോൾ സർജറി ഉണ്ട്. ബ്രസ്റ്റിൽ കൃത്യത ഉണ്ടെന്ന് തോന്നുന്നു. കൃത്യത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കാട്ടും ഉപരിയായിട്ട് രോഗിക്ക് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടാകുന്ന വിഷമങ്ങൾ, മുറിവിൻ്റെ വേദന ഉണ്ടാവില്ല, മുറിവ് ഇൻഫെക്ഷൻസ് കുറവായിരിക്കും. പക്ഷേ കൃത്യതേൻ്റെ കാര്യത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ മാഗ്നിഫൈഡ് ആയിട്ടാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുക. കുറച്ചുകൂടി വലുതായിട്ട് കാണും, കുറച്ചും കൂടി അടുത്ത് കാണുന്ന പോലെ ഉണ്ടാവും. പിന്നെ നമ്മൾ കണ്ട് ചെയ്യുന്ന ആയതുകൊണ്ട് നമുക്ക് ഈ ഇൻസ്ട്രുമെൻറ്റ് ഇപ്പം നമ്മൾ വയറിൻ്റെ ഒരു ഓപ്പൺ സർജറി ചെയ്തിട്ട് താഴെ ഭാഗം ഇടുപ്പല്ലിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് പോകുമ്പോൾ ശരിക്കും ചില സമയത്ത് നമുക്ക് വിഷൻ തീരെ ഉണ്ടാവില്ല, കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല. ഈ കുടൽമാലി എല്ലാം കൂടി അതിനവിടെ വന്ന് നിന്നിട്ട് കീ ഹോൾ ആകുമ്പോൾ നമ്മൾ ചില ക്യാമറ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് ആ സ്പേസിലേക്ക് നമ്മളെ ഇൻസ്ട്രുമെൻ്റ് കൊണ്ടുപോയി ചെയ്യാൻ പറ്റും. കീ ഹോളിനും ലിമിറ്റേഷൻസ് വന്നു തുടങ്ങി, അതായത് ലാപ്രോസ്കോപ്പിക് സർജറി ലിമിറ്റേഷൻസ് വന്നു തുടങ്ങി. കാരണം വെച്ചാൽ അതിന് 2D, അതായത് 2 ഡയമെൻഷണൽ വ്യൂ ആണ് മെയിൻലി ഉണ്ടാവുക. 3 ഡയമെൻഷണൽ വ്യൂ നമുക്ക് വളരെ കുറച്ചേ കിട്ടുള്ളൂ. മാത്രമല്ല അതിന് ഇൻസ്ട്രുമെൻറ്റ്സ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ചില മൂവ്മെൻറ്റ്സ് ഇങ്ങനെ മൂവ്മെൻറ്റും അല്ലെങ്കിൽ ഇങ്ങനെ മൂവ്മെൻറ്റ്സ് തുറക്കാനൊക്കെ പറ്റും. അങ്ങനെയൊക്കെ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യുമ്പം നമ്മൾ ലിമിറ്റേഷൻസ് ഭയങ്കരമായിട്ടുണ്ടാവും. അപ്പോൾ അതിനെ എങ്ങനെയാണ് ക്ലിയർ ആക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണത് ആ കടക്കുക എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് അടുത്ത ലെവൽ ഓഫ്